ഗുഡ് മോർണിംഗ് കൂട്ടുകാരെ. ഹിന്ദുസ് ആർട്ട് ആൻഡ് ക്രാഫ്റ്റിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് പ്രിയപ്പെട്ട എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ട് ഇരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു കേട്ടോ. ഞങ്ങളിത് ഇവിടെ സുഖമായിട്ട് സന്തോഷമായിട്ടിരിക്കുന്നു. നിങ്ങളുടെ വിശേഷങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട കേട്ടോ. കമൻറ്റൊക്കെ കുറവാണേ, ഒന്ന് ഇങ്ങോട്ട് കമൻറ്റ് ചെയ്തോളൂന്നേ. അപ്പോൾ നമുക്ക് വിശേഷങ്ങളിലേക്കൊക്കെ അങ്ങനെ പോകാം. സ്കൂളുള്ളൊരു ദിവസത്തെ വിശേഷങ്ങളാണ് ഞാൻ കാണിക്കുന്നത് കേട്ടോ. രാവിലെ മുതലുള്ള കുറച്ച് കാര്യങ്ങളാണ് കേട്ടോ കാണിക്കുന്നത്. അപ്പോൾ രാവിലെ നേരത്തെ തന്നെ നമ്മൾ പണികളൊക്കെ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. സമയം എന്താ, 5 മണിക്കാണ് എണീറ്റിട്ടുള്ളത് കേട്ടോ. 5 മണിക്ക് നമ്മൾ അടുക്കളയിൽ പണികൾ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അതുപോലെ തന്നെ ഞാനൊരു വീഡിയോ ചെയ്യാൻ വേണ്ടി വിചാരിച്ചിട്ടുണ്ടായിരുന്നു. വേറൊന്നുമല്ല കേട്ടോ, ഞാൻ ലഞ്ച് ബോക്സൊക്കെ ഉണ്ടാക്കുന്നതല്ല, റെഡിയാക്കി എടുക്കുന്നത് കേട്ടോ. അതൊക്കെ കാണിക്കാൻ വേണ്ടിയിട്ട് ഷോർട്ടാക്കിയിട്ട് ഇടാമെന്നാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഷോർട്ടാക്കാൻ വേണ്ടിയിട്ട് എൻ്റെ സ്റ്റാൻഡ് നേരെ നിൽക്കണില്ല എന്ന്. ട്രൈപ്പോഡ് ഷോർട്ടിന് വേണ്ടിയിട്ട് ഫോൺ നേരെ വെക്കുന്ന ആ ഒരു സമയത്ത് ട്രൈപ്പോഡ് ചെരിഞ്ഞ് അങ്ങോട്ട് പോകും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് നടക്കണില്ല. കൈ പിടിച്ച് ചെയ്യാമെന്ന് വിചാരിച്ചാൽ ഈ 5 മണിക്ക് അവരൊന്നും എണീക്കണമില്ലാന്നേ. അപ്പോൾ ഞാൻ ഓരോരോ പണികൾ അങ്ങനെ ചെയ്യാം കേട്ടോ. നമുക്ക് ഏതായാലും ഉള്ള ഷോട്ട് അങ്ങോട്ട് ചെയ്യാമല്ലോ എന്ന് വിചാരിച്ചിട്ട്, ഉള്ള ഷോട്ട് ഇട്ടിട്ടും ലോങ് വീഡിയോ ഉള്ളതുമായിട്ട് അങ്ങോട്ട് പോകാമല്ലോ എന്ന് വിചാരിച്ചു. അപ്പോൾ രാവിലെ തന്നെ ആദ്യം തന്നെ ഞാൻ അങ്ങോട്ട് ചെയ്തിട്ടുള്ളതാണ് കുക്കറിൽ നമ്മൾ ഗ്രീൻ പീസ് അവിടെ വേവിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ ഈ സ്കൂൾ തുറന്ന ആ ഒരു ടൈമിൽ ആകെ ആവശ്യപ്പെട്ടിട്ടുള്ളൊരു കാര്യം എനിക്കൊരു കുക്കറും കൂടെ വേണം എന്നുള്ളതായിരുന്നു കേട്ടോ. അങ്ങനെ ഒരു കുക്കർ വാങ്ങി, പ്രസ്റ്റേജിൻ്റെ കുക്കറാണ് വാങ്ങിയിട്ടുണ്ടായിരുന്നത് കേട്ടോ. ഞാൻ വിചാരിച്ചു ആ കുക്കർ വാങ്ങിയതിന് ശേഷം എനിക്ക് 8ൻ്റെ പണി തന്നെയാണല്ലോ കിട്ടണത് ഭഗവാനെ എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്താണെന്നറിയണ്ടേ, പറയാട്ടോ. ഈ പ്രഷർ കുക്കറിൻ്റെ, അതായത് വാങ്ങിയിട്ടുണ്ടായിരുന്നത് പ്രസ്റ്റേജിൻ്റെ കുക്കറാണ് വാങ്ങിയിട്ടുണ്ടായിരുന്നത് കേട്ടോ. ഇനി കുക്കറിന് പ്രശ്നം വേണ്ടാന്ന് വിചാരിച്ചിട്ട്. കാരണം വേറൊന്നുമല്ല, അവിടെ 2 കുക്കർ വാങ്ങിയിട്ട് ആ കുക്കറിന് പല പ്രശ്നങ്ങളും ഉണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ തോന്നിയപ്പോഴാണ് ഈ ഒരു കുക്കർ വാങ്ങാമെന്ന് വിചാരിച്ച് വാങ്ങിയത് കേട്ടോ. ആ വാങ്ങിയ കുക്കറും എനിക്ക് 8ൻ്റെ പണി തന്നു എന്ന് വിചാരിച്ചു. പക്ഷേ എന്താ സംഭവം എന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഈ ഒരു കുക്കർ ഓണാക്കിയാലും ആദ്യം നമ്മൾ വാഷറിൻ്റെതുണ്ടല്ലോ, നമ്മൾ കറക്റ്റൊക്കെ ആയിട്ട് ഞാൻ ഇട്ടു. 1ാമത്തെ പ്രാവശ്യം കുഴപ്പമൊന്നുമില്ല, ഞാൻ കറക്റ്റായിട്ട് വിസിലൊക്കെ വന്നു കേട്ടോ. 2ാമത്തെ പ്രാവശ്യം ഞാൻ യൂസ് ചെയ്ത സമയത്ത് ഉണ്ടായത് എന്താണെന്ന് വെച്ചാൽ, അതിൽ വാഷറൊന്നും ശരിയായിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇങ്ങനെ ആവി പോകുന്നൊരു സംഭവം ഉണ്ടല്ലോ, അതിലങ്ങനെ പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചു എനിക്ക് ഇതും പ്രശ്നമായി എന്ന് വിചാരിച്ചിട്ടോ. ആദ്യം വിചാരിച്ച് വാഷർ വെച്ചത് കറക്റ്റല്ല എന്നുള്ളത്. പിന്നെ പിറ്റത്തെ പ്രാവശ്യം കറക്റ്റ് ആവുകയും ചെയ്തു. പിറ്റത്തെ പ്രാവശ്യം വീണ്ടും കോളായി. പിന്നെയാണ് എനിക്കിത് ഓടിയത്. എന്താണെന്നറിയാം, ഈ വാഷറിൽ നിങ്ങൾക്കത് അറിയുമെന്ന് എനിക്കറിയില്ല കേട്ടോ. ഞാൻ ഫസ്റ്റ് ടൈമാണ് കേട്ടോ അറിയുന്നത് വാഷറിന് 2 ഭാഗമുണ്ട് എന്നുള്ളത്. എനിക്ക് ഇപ്പം കിട്ടിയൊരു ഐഡിയ ആണ് കേട്ടോ. ഐഡിയ അല്ല, അറിവാണ്. എനിക്ക് അറിഞ്ഞുകൂടാ 2 ഭാഗം ഉണ്ടോ ഇല്ലേ എന്നുള്ളത് അറിയില്ലായിരുന്നു. ഇപ്പോൾ മനസ്സിലായി. വാഷറിന് 2 ഭാഗമുണ്ട്. അടപ്പിൻ്റെ ഭാഗത്തേക്ക് വെക്കുന്ന ഒരു ഭാഗവും നമ്മൾ പാത്രത്തിൻ്റെ ഭാഗത്തേക്ക് വെക്കുന്നത്, അങ്ങനെ 2 ഭാഗവും വ്യത്യസ്ത രീതിയിലാണ് ആ വാഷറിൻ്റെത് ഇരിക്കുന്നത്. അതിൽ നമ്മൾ അടപ്പിൻ്റെ ഭാഗത്തേക്ക് വെക്കുന്ന സൈഡിന് വണ്ണം കൂടുതലാണ് വാഷറിന് കേട്ടോ. ആ ഭാഗത്ത് വണ്ണം കൂടുതലും മറ്റേ ഭാഗം കുറച്ച് വണ്ണം കുറവുമായിട്ടാണ് ഇരിക്കുന്നത്. അത് ഇപ്പോഴാണ് എനിക്കറിയുക, ആദ്യം അറിയില്ലായിരുന്നു. നിങ്ങൾക്കാർക്കെങ്കിലും അത് അറിയുന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഓരോ പണികൾ അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ വാഷറിൻ്റെ കാര്യത്തിലൊക്കെ തീരുമാനമായി. അതിന് ശേഷം എനിക്ക് കുഴപ്പമൊന്നും ഉണ്ടായിട്ടില്ല കേട്ടോ. പിന്നെ ഞാൻ അങ്ങോട്ട് ഗ്രീൻ പീസ് വെജിറ്റബിൾ ബിരിയാണി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. 2ാമത്തതിൽ ഞാൻ കഞ്ഞിക്കുള്ളതും വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ 3ാമത്തത് ഞാൻ ചെറുപയർ, നമ്മൾ പുട്ടിലേക്കുള്ള കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള കുക്കർ അങ്ങനെയും വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിന് ശേഷം തേങ്ങയൊക്കെ ഒന്ന് ചിരവിയെടുത്ത് അതൊക്കെ ഒന്ന് പുട്ടൊക്കെ ഉണ്ടാക്കിയെടുക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ പുട്ടൊക്കെ ഉണ്ടാക്കിയെടുക്കുകയാണ്. പുട്ട് കൊണ്ടുപോകാൻ അപ്പൂസ് കഴിക്കാൻ അപ്പൂസ് കഴിക്കുന്നതാണ് കേട്ടോ പുട്ട്. ഇഡ്ഡലിയും ദോശയൊന്നും കഴിക്കില്ല, പുട്ട് കഴിക്കും. അപ്പോൾ അതുകൊണ്ട് ഞാനത് ഉണ്ടാക്കിയിട്ടുള്ളത്. സ്കൂളില്ലാത്ത ദിവസം പിന്നെ നമുക്ക് ഇഡ്ഡലി ദോശയൊക്കെ ഉണ്ടാക്കാമല്ലോ എന്ന് വിചാരിച്ചു.
അങ്ങനെ 5 മണിക്ക് തുടങ്ങിയ പരിപാടി 6:05 ആയപ്പോഴേക്കും എൻ്റെ പനി തീർന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. പരിപാടി കംപ്ലീറ്റ് തീർന്നിട്ടുണ്ടായിരുന്നു. പിന്നെ അതേ ലാസ്റ്റ് വെച്ച പുട്ടും അതുപോലെ തന്നെ ലാസ്റ്റ് ബിരിയാണീൻ്റെ ലാസ്റ്റ് വിസിൽ ആ ഒരു ഭാഗം കൂടി നമുക്കുള്ളൂ കേട്ടോ. ബാക്കി പണികളൊക്കെ കംപ്ലീറ്റ് ആയിട്ടുണ്ടായിരുന്നേ. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ ഈ മക്കളെ ഒരുക്കിയെടുക്കുക എന്നുള്ളതാണ് വലിയ പണി. അടുക്കള പണിയൊന്നും ഒരു ടാസ്കേ അല്ല കേട്ടോ. ബാക്കിയുള്ളതാണ് നമ്മുടെ പണി എന്ന് പറയുന്നത്. അങ്ങനെ ദേ പണിയൊക്കെ കഴിഞ്ഞുകൊണ്ടിരിക്കണു. അപ്പോൾ പുട്ട് ഞാൻ കാസറോളിലേക്ക് ആക്കുന്നതിന് മുന്നേ ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചിട്ട് അതൊന്നും അങ്ങോട്ട് തണുക്കുമല്ലോ. അടുത്ത പുട്ടാവുന്ന ആ ഒരു ടൈമിൽ ആ ടൈം ആകുമ്പോഴേക്കും ഞാൻ കാസറോളിലേക്ക് മാറ്റിയിട്ട് അടച്ച് വയ്ക്കാറുള്ളൂ കേട്ടോ. അതിന് മുന്നേ വേറെ പാത്രത്തിൽ വെച്ചിട്ട് ഇങ്ങോട്ട് തണുപ്പൊന്നായതിന് ശേഷം മാറ്റി വയ്ക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ അതേ ഞാൻ വേഗം അപ്പൂസിന് ഇപ്പോൾ സമയം ഒരു 6:15 ആയിട്ടുണ്ടാവും കേട്ടോ. അപ്പോഴേക്കും മണിയൊക്കെ എണീറ്റിട്ടുണ്ട്. പിന്നെ വേഗം ഞാൻ വാട്ടർ ബോട്ടിലിൽ വെള്ളം നിറയ്ക്കുകയാണ് കേട്ടോ. അപ്പോൾ ചെറിയ 2 ബോട്ടിലാണ് അപ്പൂസിന് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ അത് ഒരു പ്രാവശ്യം കുടിച്ച സമയത്ത് അതിൽ വെള്ളം തികയണില്ല എന്ന് തോന്നിയിട്ടോ. അതിൽ എന്താ പറയുക നിപ്പിളുള്ള ബോട്ടിലില്ലേ, അതാണ് ആദ്യം യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിൽ വെള്ളം തികയണില്ല കേട്ടോ. അപ്പോൾ വേറൊരു ചെറിയ ബോട്ടിലും കൂടി എടുക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ആ വെള്ളം കൂടിയൊക്കെ ഒന്നുകൂടെ നിറച്ച് വെക്കാമല്ലോ എന്നൊക്കെ വിചാരിച്ചു കേട്ടോ. അപ്പോഴേക്കും ഇതേ നമ്മുടെ കുക്കറൊക്കെ റെഡി ആയിട്ടുണ്ടായിരുന്നു. ബിരിയാണി സെറ്റായി കേട്ടോ. അങ്ങനെ അതും കൂടെ ഒന്ന് വെച്ചു. പിന്നെ ഞാൻ ഈ ഒരു എന്താ പറയുക വീഡിയോ എടുക്കുന്നത് കുറച്ച് ദിവസം മുന്നെയാണ് കേട്ടോ. അതെനിക്ക് അപ്ലോഡ് ചെയ്യാനൊന്നും പറ്റാത്തതുകൊണ്ട് അങ്ങനെ നിന്നതായിരുന്നേ. പിന്നെ അപ്പൂസിന് പനിയും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ ഞാൻ ഈ പുട്ടുണ്ടാക്കിയ ദിവസം എന്ന് പറഞ്ഞില്ലേ, അപ്പോൾ അന്ന് വൈകുന്നേരം അപ്പൂസ് വന്ന സമയത്ത് ആൾക്ക് പനിയുണ്ട്. അതുപോലെ തന്നെ പുട്ട് കഴിച്ചിട്ടില്ല. നമ്മുടെ ഉച്ചക്കത്തെ ഫുഡുണ്ടല്ലോ, ബിരിയാണി ഉണ്ടാക്കിയെന്ന് പറഞ്ഞാൽ അതും കഴിച്ചിട്ടില്ല കേട്ടോ. ആകെ അപ്പൂസ് കഴിച്ചിട്ടുണ്ടായിരുന്നത് ഞാൻ ഈ ബിരിയാണിയുടെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് മുട്ടയും മുരിങ്ങയും കൂടെ ഉപ്പേരി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ആ ഒരു എന്താ പറയുക അത് മാത്രമാണ് അപ്പൂസ് അന്ന് കഴിച്ചിട്ടുണ്ടായിരുന്നത്. കണ്ടില്ല, ആ പണികളൊക്കെ തീർന്നതിന് ശേഷം ഞാൻ മുരിങ്ങ പറിക്കാൻ വേണ്ടി വരികയാണ് കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ ഉപ്പേരി ഉണ്ടാക്കുന്ന കാര്യം പറഞ്ഞില്ലേ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് മുരിങ്ങ പറിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതായിരുന്നു കേട്ടോ. അപ്പോൾ അപ്പോഴാണ് ഇത് അപ്പൂസിൻ്റെ ചെരുപ്പ് ഇവിടെ വീണ് നടക്കുന്നത് കണ്ടത്. മഴയൊക്കെയല്ലേ, നമ്മളിവിടെ മുകളിൽ വളയിൽ കയറ്റി വയ്ക്കുന്നതാണ് കേട്ടോ. വള എന്നാണ് ഞങ്ങളിവിടെ പറയുന്നത് കേട്ടോ. വീടിൻ്റെ ഓടിൻ്റെ സൈഡിൽ ഇങ്ങനെ എല്ലാ കഴുക്കോലും കൂടെ കൂട്ടി യോജിപ്പിക്കുന്ന ഒരു സംഭവമില്ലേ, അത്. അപ്പോൾ അവിടെ ഇങ്ങനെ വെക്കുന്നതാണ്. അപ്പോൾ എങ്ങനെയോ വീണിരിക്കുന്നതാണ് ഇത് കേട്ടോ. അപ്പോൾ അങ്ങനെ അതൊക്കെ ഒന്ന് മാറ്റി വെച്ചു. പിന്നെ ഞാനിത് 2-3 എല്ലി മുരിങ്ങ പൊട്ടിച്ചെടുക്കാൻ കേട്ടോ. ഒരു ഉപ്പേരിക്കുള്ളൊരു ലെവലിൽ മുരിങ്ങ പൊട്ടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് വന്നതാണേ. അങ്ങനെ ആ മുരിങ്ങയൊക്കെ ഒന്ന് എടുത്തുകൊണ്ട് വന്നിട്ട് അതും കൂടി ഒന്ന് ഉണ്ടാക്കി കഴിഞ്ഞിട്ട് വേണം അപ്പൂസിനെ വിളിക്കാൻ. അപ്പോഴേക്ക് ഒരു 6:30 ഒക്കെ കഴിഞ്ഞ് 6:45 ആവുന്നതോടുകൂടി അവനെങ്ങനെ എണീപ്പിക്കാൻ വേണ്ടി തുടങ്ങും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ അപ്പോഴേക്കും മുരിങ്ങയുടെ പരിപാടിയും കൂടെ ഒന്ന് അങ്ങോട്ട് ചെയ്തിടാലോ എന്ന് വിചാരിച്ചിട്ടായിരുന്നു കേട്ടോ. ഈ ഒരു പണിയും കൂടിയും കഴിഞ്ഞാൽ നമ്മുടെ പണിയൊന്നും കഴിഞ്ഞു കേട്ടോ. പിന്നെ നമുക്ക് ഉച്ചക്കത്തെ നമ്മൾ തുടങ്ങാനുണ്ട് കേട്ടോ. അതൊരു വേറൊരു ഭാഗമായിട്ട് വരും. ഉച്ചയ്ക്ക് ചോറും കറിയും ഉപ്പേരി ഉണ്ടാക്കൽ കേട്ടോ. ഇതിലൊതുങ്ങുന്ന പരിപാടിയൊന്നും അല്ലേ. അപ്പം അങ്ങനെ അതൊക്കെ ഒന്ന് സെറ്റാക്കി വെച്ചു. പിന്നെ അവരുടെ പോക്കും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു കേട്ടോ. ഏട്ടൻ ഇവിടെ ഉണ്ടായതുകൊണ്ട് തന്നെ അവരാണ് അപ്പൂസിനെ കൊണ്ടാക്കാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ടായിരുന്നത്. പിന്നെ ദേ ഇവിടെ നമ്മൾ പുല്ലൊക്കെ ഒന്ന് പറിക്കാനും അടിച്ച് വാരാനും അങ്ങനെയുള്ള കുറച്ച് പണികളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ കുറച്ച് പുല്ല് പറിക്കാനൊക്കെ ഭയങ്കര മടിയാണ് കേട്ടോ. അപ്പോൾ തോന്നുകയാണെന്നുണ്ടെങ്കിൽ ആ തോന്നുന്ന സമയത്ത് കുറച്ചങ്ങോട്ട് പറിക്കും, അത്ര മാത്രമേ ഉള്ളൂ കേട്ടോ. അല്ലാണ്ട് ഇതിനായിട്ടിരിക്കുന്ന പരിപാടിയൊന്നുമില്ല. ഇപ്പോഴാണെന്നുണ്ടെങ്കിൽ പുഴുവൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ടേ.
അപ്പോൾ എങ്ങാനും ഞാനൊരു പുഴുവിനെ കണ്ടിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ പിന്നെ എൻ്റെ അന്നത്തെ ദിവസം പോക്കാണ് കേട്ടോ. അങ്ങനെയാണ്, എന്തോ പറയുക, എന്തായാലും നമുക്ക് ചെയ്യാണ്ടിരിക്കാൻ പറ്റില്ലല്ലോ എന്നൊക്കെ വിചാരിച്ചിട്ട് കുറച്ചൊക്കെ അങ്ങനെ എങ്ങനെ എന്തെങ്കിലുമൊക്കെ കാട്ടിക്കൂട്ടി ചെയ്യും. വേറെ ആരും ചെയ്യാനൊന്നും ഇല്ലല്ലോ, ചെയ്തു തരാനൊന്നും വരാൻ ആരും ഇല്ലല്ലോ. അപ്പോൾ അതേ അങ്ങനെ അപ്പോൾ അതേ എന്നിട്ട് അടിച്ചു വരാനൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് വാരി കേട്ടോ. ഇപ്പോൾ എന്താണ് മുറ്റം അടിച്ചു വരാമെന്ന് പറഞ്ഞാൽ വല്ലൊരു മഴയോട് പെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അടിച്ചു വരാനൊന്നും ഇല്ല, ഒക്കെ അവിടെ ഒഴുകിപ്പോയിക്കോളും. അങ്ങനെയാണ് മഴ അങ്ങോട്ട് പെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ. എന്നാലും നമ്മൾ പണി എടുക്കണില്ല എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ഓരോ കടലാസുകളും അതും ഇതൊക്കെ അവിടെ ഇങ്ങനെ ഒട്ടിപ്പിടിച്ചുകൊണ്ടിരിക്കും കേട്ടോ. അതൊന്നും പോകത്തില്ല, നമ്മൾ അടിച്ചു വാരണില്ല എന്നുള്ളത് മാത്രം മനസ്സിലാക്കിയാൽ മതി. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ അവിടെ ഉണ്ടായിരിക്കും. ഇല്ലയെന്നുണ്ടെങ്കിൽ കംപ്ലീറ്റ് ഒലിച്ചു പോകും കേട്ടോ. നമ്മളൊന്ന് അടിച്ച് വാരിയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ പിന്നെ അന്ന് ഭയങ്കര മഴയായിരിക്കും. അന്ന് മഴ അങ്ങോട്ട് പെയ്തിട്ട് മുറ്റമൊക്കെ നല്ല രീതിയിൽ അങ്ങോട്ട് ക്ലീൻ ആയിട്ടുണ്ടായിരിക്കും കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് കഴിഞ്ഞു. പിന്നെ അടിച്ചു വാരി വന്നപ്പോൾ ഇതൊന്നും പോകുന്നില്ല, ഒട്ടിപ്പിടിച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇവിടെ വെള്ളം വീണ് ഇങ്ങനെ കറുപ്പ് കളറാവില്ലേ, അങ്ങനെ ആയിട്ടുണ്ട്. അപ്പോൾ അതും കൂടെ ഒക്കെ ഒന്ന് അടിക്കാലോ എന്നൊക്കെ വിചാരിച്ച് വന്നതാണ്. അപ്പോൾ നമ്മൾ എന്തെങ്കിലും ഒന്ന് ചെയ്യുന്ന സമയത്ത് നമുക്കതിന് വേറെയും കുറേ പണികൾ കിട്ടുമല്ലോ, അങ്ങനെയാണ് കേട്ടോ. അപ്പോൾ അതാണെന്നുണ്ടെങ്കിൽ ഉറച്ചിട്ടും പോകുന്നില്ല. പിന്നെ ലാസ്റ്റ് ഞാനത് നിർത്തി കേട്ടോ. പിന്നെ എന്തെങ്കിലുമൊക്കെ ചെയ്യാനിപ്പോൾ നമ്മൾ അപ്പൂസും കൂടെ ഉള്ള സമയത്ത് എനിക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ ഭയങ്കര ഉത്സാഹമായിരുന്നു കേട്ടോ. കാരണം ഞാൻ അവനെയും കൊണ്ട് ഇങ്ങനെ മുറ്റത്തേക്ക് ഇറങ്ങും. അപ്പോൾ അങ്ങനെ ഞങ്ങൾ എന്തെങ്കിലുമൊക്കെ ചെയ്യും. ഇപ്പം എന്തായി, നേരത്തെ അങ്ങോട്ട് നീട്ടിട്ട് എല്ലാ പണികളും തീർത്ത് കഴിഞ്ഞാൽ പിന്നെ ഒരു മടിയാണ്. പിന്നെ ഇങ്ങനെ ഫോണിലൊക്കെ ഇങ്ങനെ കളിച്ചിരിക്കുക, ഭക്ഷണം കഴിക്കുക, ഇതൊക്കെ തന്നെയാണ് നമ്മൾ പിന്നത്തെ മെയിൻ പരിപാടികൾ. ഇതാണ് കേട്ടോ. പിന്നെ പണിയെടുക്കാൻ ഭയങ്കര മടിയാണേ. എന്തോ അതങ്ങനെ തുടർന്ന് പോയാൽ പറ്റില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ടിരിക്കും കേട്ടോ. അപ്പോൾ പിന്നെ എനിക്ക് പറയാനുള്ളത്, എന്നെ സപ്പോർട്ട് ചെയ്തിട്ടുള്ള എല്ലാ കൂട്ടുകാർക്കും ഒത്തിരി നന്ദിയുണ്ട് കേട്ടോ. തുടർന്ന് നിങ്ങളുടെ സപ്പോർട്ടൊക്കെ ഉണ്ടെങ്കിൽ എനിക്ക് മുന്നോട്ട് പോകാൻ വേണ്ടി പറ്റുള്ളൂ. അപ്പോൾ സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ. അപ്പോൾ അങ്ങനെ ഓരോ പണികളിൽ അങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഈ സമയത്ത് ഏട്ടൻ പോയിട്ടില്ല കേട്ടോ, അവർ പോകാൻ വേണ്ടിയിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ ഞാൻ രാവിലെ തന്നെ ഓരോന്നങ്ങോട്ട് ചെയ്ത് ഇട്ടിട്ട് നമ്മളൊന്നങ്ങോട്ട് മടി പിടിച്ച് തുടങ്ങിയാൽ പിന്നെ ഒന്നും ചെയ്യൽ നടക്കില്ല കേട്ടോ. ഇല്ലാന്നുണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ ആയിട്ട് അങ്ങനെ ചെയ്ത് പോയിക്കോളും. ഇപ്പം മഴയൊക്കെ ആകുമ്പോൾ എന്തായി, മഴ വരുന്ന ഒരു കാരണം കൂടെ നമ്മൾ പറഞ്ഞിരിക്കും കേട്ടോ. ആ മഴ പെയ്തതുകൊണ്ട് മുറ്റത്തേക്ക് തന്നെ ഇറങ്ങാൻ പറ്റിയില്ല, ഇതാണെന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കും കേട്ടോ. അപ്പോൾ മഴ ഇല്ലാത്ത സമയത്ത് അതൊന്നും പറയാൻ വയ്യല്ലോ. അപ്പോൾ അങ്ങനെ ഓരോന്ന് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഞാൻ ഈ ഒരു കുറച്ച് വിശേഷങ്ങൾ മാത്രമേ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ കേട്ടോ. ബാക്കിയൊക്കെ പിന്നെ വൈകുന്നേരം അവർ വന്നതിന് ശേഷമുള്ള ഓരോ പരിപാടികളൊക്കെ ആണല്ലോ. അപ്പോൾ അതായിട്ട് പിന്നെ പ്രത്യേകിച്ച് വേറൊരു ദിവസം എടുക്കാമല്ലോ എന്നൊക്കെ വിചാരിച്ച് അങ്ങനെ ഓരോന്ന് മാറ്റി വയ്ക്കുകയാണ് കേട്ടോ. അങ്ങനെ എൻ്റെ പണികളൊക്കെ കഴിഞ്ഞു. പിന്നെ ഞാൻ നമ്മൾ തലയിൽ എന്താ പറയുക, ഞാൻ കുറച്ച് മുടി ഇങ്ങനെ നല്ല രീതിയിൽ കൊഴിയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഓരോ ടിപ്സും കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്യുക എന്ന് വിചാരിച്ചിട്ട് ഇപ്പോൾ ഒന്ന് ചെയ്യുന്നുണ്ട് കേട്ടോ. അത് വേറെ കേടൊന്നും ഇല്ലയെന്ന് വിചാരിച്ചിട്ട് ഞാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതെന്താകും എന്നുള്ളത് എനിക്ക് അറിഞ്ഞുകൂടാ കേട്ടോ. എൻ്റെ മുടിയൊക്കെ പറ്റ പോയിട്ടിരിക്കുകയാണ്, അതിൻ്റെ ഒരു സങ്കടത്തിലും കൂടെയാണ് കേട്ടോ. ഇനിയിപ്പോൾ അതെന്താകും എന്നുള്ളതൊന്നും അറിഞ്ഞുകൂടാ കേട്ടോ. അപ്പോൾ ഇന്നത്തെ എൻ്റെ കുഞ്ഞു വിശേഷങ്ങളെന്ന് പറയാൻ ഇത്രയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. ഇതിൻ്റെ വീഡിയോ ഞാൻ കാണിക്കുന്നില്ല. നിങ്ങൾക്ക് ആർക്കെങ്കിലും ആവശ്യമുണ്ട് എന്നുണ്ടെങ്കിൽ ഞാൻ കാണിക്കാം. അങ്ങനെ കമൻറ്റ് ചെയ്താൽ മതി ഞാൻ എന്താണ് ചെയ്യണത് എന്നുള്ളത്. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്താൽ ഞാൻ കാണിക്കാം കേട്ടോ. അപ്പോൾ നാളെ നമ്മൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരാം. അതുവരെ എൻ്റെ കൂട്ടുകാർക്കും ബായ്.